ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചു തന്നത് ലിതസ്കുനൂ ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കാൻ വേണ്ടിയാണത്. വലിതബ്തഗൂ മിൻ ഫളലിഹി, പകലിൽ നിങ്ങൾ ജീവസന്ധാരണ മാർഗത്തിന് വേണ്ടി അന്വേഷിച്ച് തേടിപ്പോകുന്നതിന് വേണ്ടിയുമാണത്. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടിയുമാണിത്. അപ്പൊ രാത്രി ഉറങ്ങണം, രാത്രി ഉറങ്ങാൻ വേണ്ടിയും വിശ്രമിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു സൃഷ്ടിച്ചു തന്നത്. പകലോ അധ്വാനിക്കാൻ വേണ്ടിയുമാണ്. ഈ താളക്രമം പ്രകൃതിദത്തമാണ്, പ്രകൃതിയുടെ താളക്രമമാണ്. ഇതിനെ തെറ്റിക്കാൻ പാടില്ല. ഇതിനെ തെറ്റിച്ചുകഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശാരീരികമായ പ്രശ്നം ഉണ്ടാകും, കുടുംബപരമായ പ്രശ്നം ഉണ്ടാകും, സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ താളക്രമത്തെ നിങ്ങൾ തെറ്റിക്കരുത്. എന്ന് പറഞ്ഞാൽ രാത്രി കറങ്ങാനുള്ളതും പകൽ ഉറങ്ങാനുള്ളതുമാക്കരുത്. പകലാണ് കറങ്ങേണ്ടത്, രാത്രി ഉറങ്ങണം. ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ വിചിത്രമായ ഒരു സ്വഭാവം, രാത്രിയിൽ അവർ കറങ്ങും, പകൽ അവർ കിടന്നുറങ്ങും. എല്ലാം നേരെ മറിച്ചാണ്, വിപരീതാവസ്ഥയിലാണ്. ജീവജാലങ്ങൾക്ക് പോലും ഏതാനും ചില ജീവികൾക്കൊഴികെ മിക്കവാറും ജീവജാലങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു വെച്ച ഭൂമിയുടെ ക്രമം എന്താണെന്നറിയോ? രാത്രി ഉറങ്ങണം, പകലധ്വാനിക്കണം. വവ്വാല് പോലുള്ള ചില ജീവികളുണ്ട്, അവര് രാത്രി ചിലപ്പോൾ എഴുന്നേറ്റെടുക്കും, എന്നാലോ പകൽ അവർ ഉറങ്ങുട്ടോ. വവ്വാലിൽ നടത്തിയ ചില പരീക്ഷണത്തിൽ പകലെങ്ങാനും അവരെ ഉറങ്ങാൻ വിട്ടില്ല എങ്കിൽ, പകലും ഉറക്കല്ലെങ്കിൽ ആ ജീവജാലങ്ങൾക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ രാത്രി ഇങ്ങനെ ഓരിയിട്ട് നടക്കുന്ന മറ്റൊരു ജീവി ഉണ്ടല്ലോ അല്ലെ, പട്ടിക്കൂട്ടങ്ങൾ. അതുപോലെ ആവരുത് മനുഷ്യൻ എന്ന് പ്രത്യേകം പറഞ്ഞു തരാണ്. നിങ്ങൾ രാത്രി ഉറങ്ങണം, നിങ്ങൾ പകൽ അധ്വാനിക്കണം. പ്രത്യേകിച്ച് ശരീരത്തിന് അത് ആവശ്യമാണ്. നമ്മുടെ ഈ ശരീരത്തിന് ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്, ഒരു ബയോളജിക്കൽ ക്ലോക്ക് അല്ലെ, ഒരു ബയോളജിക്കൽ ക്ലോക്ക്. അതിന് പറയുന്നത് സിർക്കാഡിയൻ റിതം എന്നുള്ളതാണ്. സിർക്കാഡിയൻ താളം, ശരീരത്തിന്റെ സിർക്കാഡിയൻ താളം. 24 മണിക്കൂറും ഈ ശരീരത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കേണ്ടത് എന്ന് സമയബന്ധിതമായി സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ അത് നടക്കണം, നടക്കും. ശാരീരികമായ ഇതിന്റെ ഭൗതികമായ സയൻസിനെ കുറിച്ച് പറയാൻ ഞാനത്ര അറിവുള്ളവനല്ല. അതിനോടൊക്കെ ഡോക്ടർമാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്കാണ് എന്നെക്കാളും കൂടുതൽ അറിയാം. എന്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. ഈ സിർക്കാഡിയൻ റിതമുണ്ടല്ലോ, ഈ താളക്രമം തെറ്റിച്ചു കഴിഞ്ഞാൽ ജീവിതമാകെ താളം തെറ്റും, വലിയ അപകടത്തിലേക്ക് പോകും. ശരീരത്തിൽ ഭയങ്കര രോഗങ്ങൾ വരും, മഹാരോഗങ്ങൾ വരും. പഴമക്കാരൊക്കെ രാത്രി നന്നായിട്ട് ഉറങ്ങിയിരുന്നു. അന്ന് കൂറ്റൻ ഹോസ്പിറ്റലുകളും ബിൽഡിങ്ങുകളും കുറവായിരുന്നു. ഇന്ന് ഉറക്കക്രമം തെറ്റിച്ചപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ആരോഗ്യരംഗത്തുള്ള ചൂഷണങ്ങളും എല്ലാം വർദ്ധിച്ചു വന്നിരിക്കുന്നു. രോഗം കൂടി, പഴയതിനേക്കാളും കൂടുതൽ രോഗം കൂടി. മെഡിക്കൽ സയൻസ് ഒരുപാട് വളർന്നു, പഴയ കാലത്ത് ഇങ്ങനെ വളർന്നിട്ടില്ല. പക്ഷെ അന്ന് ഇത്ര കണ്ട് മാരകമായ വലിയ രോഗങ്ങളൊന്നുമില്ല. ഇന്ന് വ്യാപകമായ സാർവത്രികമായ രോഗമാണ്, എവിടെയും രോഗമാണ്. പലതിനും കാരണം നമ്മളെ താളം തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ബയോളജിക്കൽ ക്ലോക്കില് ഒരു 10 മണി മുതൽ 2 മണി വരെ, രാത്രി 10 മണി മുതൽ 2 മണി വരെ നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്താ പറയുക, മനുഷ്യന്റെ സുഗമമായ ഉറക്കത്തിന് ആവശ്യമായിട്ടുള്ള മെലഡോണിൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഈ രാത്രി നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മളൊന്നും അറിയണില്ല, നമ്മൾ ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ വേർപെട്ടു. പിന്നെ നമ്മൾ വല്ല സ്വപ്നമൊക്കെ കാണുന്ന ലോകത്തൊക്കെ ആയിരിക്കും. ഭൗതിക ലോകത്ത് എന്ത് നടക്കുന്നു ഒന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ശരീരം ആ സമയത്ത് റിപ്പയറിങ് നടക്കാണ്, മെയിൻ്റനൻസ് നടക്കാണ്, ഹോർമോണുകളുടെ ഉൽപാദനം നടക്കുകയാണ്. ആ സമയത്ത് കൃത്യമായ ഉറക്കം കിട്ടണം, ഡീപ്പ് സ്ലീപ്പ്. ഒരു സ്ലീപ്പ് സയൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ അല്ലെ, ഒരു ഉറക്കശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്.
അപ്പൊ നമ്മൾ ഈ സമയത്ത് ഉറങ്ങുന്നുണ്ടോ? 10 മണിയുടെയും 2 മണിയുടെയും ഇടയ്ക്കുള്ള 4 മണിക്കൂർ ഉറക്ക സമയമാണ് ഈ പറയുന്ന മെലഡോണിൻ എന്ന് പറയുന്ന ഉറക്കത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയം. ഇത് മനുഷ്യന് ആവശ്യമായ ഡീപ്പായിട്ടുള്ള അഗാധമായിട്ടുള്ള ഉറക്കം കിട്ടുവാൻ അനിവാര്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. ഈ രാത്രി ഉറങ്ങുന്ന സമയത്താണ്, ഈ രാത്രി സമയത്താണ് നമ്മുടെ ക്ലോക്ക് അനുസരിച്ചുകൊണ്ട് റിപ്പയറിങ്ങും മെയിൻ്റനൻസും ഒക്കെ നടക്കേണ്ടത്. ഈ 4 മണിക്കൂർ സമയം നമുക്ക് കൃത്യമായ ഉറക്കം കിട്ടുന്നുണ്ടോ? ആ സമയത്തുള്ള കൃത്യമായ ഉറക്കം കിട്ടിയാൽ മതി. ശാരീരികമായ മറ്റുള്ള വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ 4 മണിക്കൂറും ഉറങ്ങാൻ മതിയോ എന്ന് ചോദിക്കും. 4 പോരാ, 6-8 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്ന് സയൻസ് പറയുന്നുണ്ട്. പക്ഷെ വലിയ വലിയ മഹാന്മാരൊക്കെ 4 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. അതിപ്പോ നമ്മുടെ ഗാന്ധിജി 4 മണിക്കൂർ ഉറങ്ങുന്ന ആളായിരുന്നു. ഇന്ദിരാഗാന്ധി നല്ല ആക്റ്റീവായിരുന്നു പൊളിറ്റിക്സിൽ, 4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. APJ അബ്ദുൽ കലാം ശാസ്ത്ര രംഗത്ത് ലോക പ്രശസ്തനാണ്, 4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിക്കാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ വലിയ ഉറക്കമൊന്നും ആണെന്നില്ല, കിട്ടുന്ന ഉറക്ക്